ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ബേർഡ് പാർക്കിലാണ്. നമ്മൾ നിൽക്കുന്നത് നോക്കിയേ, ഇതിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. 160 ഏക്കർ, അതായത് 60 ഹെക്ടർ നടക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ. ഹലോ ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കണം. എൻ്റെ മുമ്പിലുണ്ട്. നമ്മൾ കഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിയും. ഞാൻ കുറച്ച് ഫ്രൈഡ് നൂഡിൽസ് എടുത്ത്, സ്ക്രാമ്പിൾഡ് എഗ്, പോഹ, പിന്നെ ഒരു കോഫിയും ഓറഞ്ച് ജ്യൂസ്. ഇവിടെ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു പോകാം. നല്ല വിശപ്പുണ്ട്. ഇത് നമ്മൾ തേർഡ് ഡേ ആണ്, നാളെ കൂടെ കാണത്തുള്ളൂ. കഴിച്ചിട്ടോ. ഇത് ബേർഡ് പാർക്കിലേക്ക് പോകുന്ന റൂട്ടാണ്. എന്തുമാത്രം ക്ലീൻ ആക്കി വെച്ചേക്കുന്നത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമുക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ബേർഡ് പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഗൈഡായ ശർമ്മജി അല്ലെങ്കിൽ ശർമ്മ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മലപ്പുറത്ത് വന്നൊരു ഫാമിലിയെ പരിചയപ്പെട്ടു. പേര് തോന്നുന്നു കേട്ടോ. റസാഖൊക്കെയും ഫാമിലിയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ അകത്തോട് കയറുക. ഓക്കെ, കാണാമായിരിക്കും. ഓക്കെ, നിങ്ങൾ പോയിട്ട് ഇവിടെ ഇതേപോലെ ടാഗൊക്കെ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ അകത്തോട്ട് കയറത്തുള്ളൂ. അങ്ങനെ നമ്മളിത് പുൾ ചെയ്യുക. തോക്കോ രണ്ടും പിടിച്ചോ. ആ ചെയിനൊക്കെ മാറ്റി അകത്തോട്ട് കയറുക. അയ്യോ, വാ, നമ്മളയക്കുന്നത് വേണ്ട. രണ്ട് ഇവിടെ നല്ലതായിട്ട് നമ്മളെ കോളിഫ്ലവർ സൺഫ്ലവറിൻ്റെ സീഡ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേരും ഭയങ്കര ഗൗരവത്തോടെ കഴിക്കുക. ക്യാമറയ്ക്കൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. എല്ലാ സ്ഥലത്തും ഇരിപ്പുണ്ടല്ലോ അത്. ഇത് നമ്മുടെ നാട്ടിലെ നോർമൽ തത്തയാന്ന് തോന്നുന്നു. ഹായ്. അയ്യോ, അവരെ കൊണ്ട് ഇവിടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ടീമുണ്ട്. വേണ്ട, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോലാലംപൂർ ബേർഡ് പാർക്കിലാണ്. അതായത് വേൾഡ്സ് ലാർജസ്റ്റ് കവേർഡ് ബേർഡ് പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് 60 ഹെക്ടർ, അതായത് 150 ഏക്കർ ഇത് വീതിയും നീളവും ഉള്ള സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. ഇവിടെ 3000-ലും കൂടുതൽ ബേഡ്സ് ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. അതായത് ബേഡ്സ് മീൻസ് പല ടൈപ്പുള്ള ബേഡ്സ്, എല്ലാം ലോക്കൽ ബേഡ്സാണ്. പിന്നെ കോസ്റ്റൊക്കെ 10% ഇമ്പോർട്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയ, ചൈന, ഹോളണ്ട്, ഇന്തോനേഷ്യ
ടാൻസാനിയ അങ്ങനെയൊക്കെ കുറേ സ്ഥലത്തു നിന്ന് ഇത് ഇമ്പോർട്ടഡ് ആണെന്നും പറയുന്നുണ്ട്. കണ്ടോ ഇവിടെ ഫിഷ് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരെന്ത് മനോഹരമായാണ് ഇവിടെയൊക്കെ ആ ഒരു പ്ലാനിങ് ചെയ്ത് ആ ഒരു വനം പോലെ ചെയ്ത് വെച്ചേക്കുക. ആ വനത്തിൻ്റെ വനം 60 ഹെക്ടർ അല്ലെങ്കിൽ 150 ഏക്കറിൽ ഇത്രയും ഒരു കാര്യം വേൾഡ്സ് ലാർജസ്റ്റ് പാർക്കിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വെള്ളം കുടിക്കാനായിട്ട് നോക്കി അതിൻ്റെ ഷേപ്പ് തന്നെ. ഇവിടെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർ വിക്ടോറിയ ക്രൗൺ പീജിയൻ. അതാണ് എൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് വെള്ള മയിലിനെ കാണുന്നത്. വൈറ്റ് പീഫോൾ മയിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക. മയിലിൻ്റെ വേറൊരു മുരുകൻ ക്ഷേത്രം ഉണ്ടല്ലോ ഉള്ളൊരു, അവിടെ ഉണ്ട് വെള്ളമയിൽ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് നോക്കിയേ, ഇതിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഫുൾ ഇതാണ്. നല്ല തണുപ്പുണ്ട്. പുറത്ത് നല്ല ചൂടാണ്, ഇവിടെ നല്ല കൂളിംഗ് ആണ്. ഒരുപാട് മയിലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രിങ്ക്സും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഞാൻ മുന്നേ കണ്ട വിക്ടോറിയ എന്ന് പറഞ്ഞ ഒരു പക്ഷി. ഇപ്പോൾ നമുക്ക് റൂട്ട് മാപ്പൊക്കെ തന്നിട്ടുണ്ട്. ഈ റൂട്ട് മാപ്പ് നോക്കി പോയി കഴിഞ്ഞാൽ വഴി തെറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും പോയി നോക്കാം. നമ്മളിവിടെയാണ് കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും കിടപ്പുണ്ട്. നമുക്കിങ്ങോട്ടേക്കും പോകണ്ടോ? നമുക്ക് അവിടെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 മൈൽ കിടന്ന് ഉറങ്ങുന്ന കാണാം. ഇതോ കിടക്കുന്നുണ്ട്. 1, 2 അല്ല 3 എണ്ണം ഉണ്ട്. 3. ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ഇരിക്കുന്നതാണ് 3 ഔൾസ്. എല്ലാവരും
പല ടൈപ്സുള്ള മോബിൾസ് ഉണ്ട്. I haven't moved since everyone now and then, so please mind the space between us. നമുക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ഇത് വലിയൊരു ഫോറസ്റ്റ് രീതിയിൽ തന്നെയാണ് അവർ പണി ചെയ്തിരിക്കുന്നത്. എനിക്ക് ഡൗട്ടുണ്ട് ഇത് മാൻമെയ്ഡ് തന്നെ ആണോ അതോ ജസ്റ്റ് ഈ ഫോറസ്റ്റ് അവർ നിർത്തിക്കൊണ്ട് തന്നെ ലൈക്ക് എന്താ പറയുക അതിൻ്റെ ഇടയിലൂടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇത് ഫുള്ളായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്യാൻ വഴിയില്ല. ബിക്കോസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ അവർ കുറേ കാര്യങ്ങളൊക്കെ അവർ അഡീഷണൽ ബിൽഡ് ചെയ്തിട്ട് അത് നെറ്റിട്ട് കവർ ചെയ്തേക്കുക. നമുക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. നല്ലൊരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജ് കയറാൻ പോവാം. നമുക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ഭയങ്കര വലിയ ഇടയ്ക്കാണ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി അവരിങ്ങനത്തെ ഓരോരോ ഹട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. It's really nice. നല്ല കൂൾ. ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു ഹോട്ട് ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഹട്ടിൻ്റെ അവിടെയൊക്കെ നല്ല തണുപ്പാണ്. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് വിശ്രമിക്കാം. നമുക്ക് തന്നിരുന്ന ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. മരത്തിൻ്റെ മുകളിൽ കയറി കണ്ടോ. ഇത് വീഡിയോയിൽ കൂടെ കാണുമ്പോൾ എത്രമാത്രം മനോഹരമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നേരിട്ട് കാണുമ്പോൾ നല്ല രസം. അവന് നല്ല മയിൽപ്പീലിയുള്ള ഒരുപാട് വെറൈറ്റി ടൈപ്സ് ബേഡ്സ് ഉണ്ട്. ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് പേര് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. അവിടെ ഇവിടെയൊക്കെ കാണുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ മുന്നേ പറഞ്ഞ പോലെ പീക്കോക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കൊക്കിൻ്റെ വേറെ പല പല കൊക്കിൻ്റെ വേറെ ഒരു കാറ്റഗറി ഓക്കെ ഫ്രഷ് വാട്ടർ ബേഡ്സ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുത്തന് ഡ്രസ് അത് സ്വന്തമായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതല്ല, ഇതിൻ്റെ കൊമ്പ് ഭയങ്കര വലുതാണ്. നമുക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ഈ ഫോട്ടോ എടുത്ത് നടക്കാൻ ഒരുപാടുണ്ട് ഗൈസ്. ഇതിപ്പോൾ നടന്നൊന്നും എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. 160 ഏക്കർ, അതായത് 60 ഹെക്ടർ നടക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ. പക്ഷെ ഇവിടെ എവിടെ നമുക്ക് ടയർഡായാലും നമുക്ക് അവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഹട്ട്സ് ഉണ്ട്. ഗൈസ് ഇതാണ് ഡെയിലി ആക്ടിവിറ്റീസ് ഇവിടുത്തെ.
അതായത് ഓരോ ഗേറ്റ് തുറക്കുമ്പോഴും ഓരോ കാർഡ് ഓപ്പണായി വരിക. അയ്യോ ഇതെങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്ന്. ഹോൺബിൽ ഗിഫ്റ്റ് ഷോപ്പ്. ഇരിക്കുന്ന ബേഡ്സിനൊക്കെ നമുക്ക് ഇവിടെ ഇരുത്തി ഫോട്ടോസ് എടുക്കാം. സ്കാൻ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും കഴിക്കുക. ഇതേപോലത്തുള്ള കടകളുണ്ട് ഓരോ സോണിലും. ഇതേപോലെ കാണാം. കുറച്ച് വിലയുണ്ട്, എന്നാലും നമ്മൾ ദാഹത്തിനും വിശപ്പിനും ഇങ്ങനെ ചെറിയ ചെറിയ കടകളിൽ കയറി കഴിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരിക, ബാഗ് ഇട്ടേക്കാം. അല്ല അത് ചോദിച്ചില്ലല്ലോ. ഇല്ല അങ്ങ് ചോദിച്ചില്ല. നമ്മൾ ബാഗൊന്നും ചെക്ക് ചെയ്തില്ലല്ലോ. ട്രോളി ഇല്ല, നമ്മൾ ജസ്റ്റ് ഗൈസ് നമ്മൾ ചെറിയ ഒരു ലൈക്ക് ഒരു സ്മാൾ ബാഗ് കൊണ്ടുവരിക. നമ്മൾ ട്രാവൽ ബാഗിൻ്റെ ചെറിയ ബാഗ്, ലൈക്ക് ലാപ്ടോപ്പ് ബാഗിൻ്റെ. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം, സ്നാക്സ് ഉണ്ടെങ്കിൽ ചെറിയ രീതി വെച്ചേക്കും. ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസിൽ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പെൻസ് ആയിരിക്കും. നിങ്ങൾക്ക് അഫോർഡ് ആണെങ്കിൽ യു ക്യാൻ പേ ഇറ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ വിശപ്പും ദാഹവും നിങ്ങൾ 160 ഏക്കർ 150 ഏക്കർ നടന്ന ക്ഷീണം അനുഭവിക്കേണ്ടി വരും. പിന്നെ ഐസും കഴിക്കട്ടെ. ഞങ്ങളാണ്ട് ഈ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നോക്കുന്നത് വളരെ കാമൻ കോയിട്ട് ബേഡ്സിൻ്റെ സൗണ്ട് മാത്രമേ. അത് നടന്നു പോകുന്ന വഴിയൊക്കെ അവർ നല്ല രീതിയിലാണ് നിശ്ചയിക്കുന്നത്. ഇവിടെ വലിയ ഒരു പക്ഷി ഇരിക്കുന്നത്. ഏത് പക്ഷിയാണ് ഇരിക്കുന്നത്? കാസ്വറി എന്ന് പറഞ്ഞ പേരാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഈ ഒരു കാറ്റഗറി പെടുന്ന ബേഡാണ്. നല്ല സൈസുണ്ട്. അതിൻ്റെ ഏറ്റവും രസം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു തലയിലുള്ള പൂവും, പക്ഷെ പൂവ് ഏകദേശം ഹാർഡ് പൂവാന്ന് തോന്നുന്നു. അവിടെ നിന്ന് പിന്നെ ആ തലയുടെ അവിടെ നിന്ന് നെക്ക് വരെയും അത് വേറെ ഒരുപാട് കളേഴ്സ് അതിൽ മിക്സ്ഡ് ആണ്. അതായത് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഓഷ്യാനിക് ബ്ലൂ, പിന്നെ ആ ഒരു റെഡ് കളർ. അതിങ്ങനെ അങ്ങനെയൊക്കെ അവിടെ മിസ്സായി പോയതാണല്ലോ ബേസ്. ഇവിടെ വെച്ച് ഇരിപ്പുണ്ട്. നല്ല രസമുണ്ട് അവനെ കാണാൻ. അവൻ്റെ ആ ഫെദറുണ്ടല്ലോ, നമുക്കത് ഫ്ലൂറസെൻ്റ് ടൈപ്പ് വരും. അതിൻ്റെ അതേ വെക്കളാണ് അവനുള്ളത്. ആഫ്രിക്കൻ ഗ്രേപ്പ് പാരറ്റ്. ഇവരൊക്കെ അടച്ചിട്ടേക്കുക. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിവിടെ കണ്ട ഒരുപാട് പാരറ്റ്സിനെ കാണാം. പാരറ്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ്. നിറം നോക്കിക്കേ. അവൻ ഭയങ്കര കോപ്പറേറ്റീവ് ആണെന്ന് തോന്നുന്നു.
ഇത് കഴിക്കാനുള്ളതല്ല അല്ല എൻ്റെ എൻ്റെ കൈ കടിക്കുന്നുണ്ടോ? ബാ ബാ കമോൺ. അവിടെ വെള്ളമുണ്ട്. ഇല്ല ഇവിടെ എല്ലാ താഴെയും മറ്റ ബേഡ്സാണ്. ഇവിടെ ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു. ഉണ്ട് ഞാൻ കണ്ടോ. ഇതുണ്ടോ പിങ്കും നല്ല കളർ. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടോ ഉള്ളത്. നല്ല രസമാണ് ഇതിൻ്റെ. നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ ഭംഗി കൂടുതൽ വരുന്നത്. അവിടെ ഈ തോന്നുന്നു എങ്ങോട്ട് പോകുന്നെന്ന് അറിയില്ല. നമുക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യാം. Well done. Okay. And by the way, their average lifespan can reach up to 40 to 60 ഇവനെ years പേര് old. വിളിച്ചപ്പം അവൻ അവിടെ ഇരിക്കുമായിരുന്നു. And this side of Makka, this side of ആ ഒരു പോണ്ടിന്റെ ആ സൈഡിൽ ഇരുന്ന അവൻ്റെ പേര് വിളിച്ചപ്പോൾ അവൻ പറന്ന് of words. But Makka also, they have a very loud voice, you know. Okay. So shortly, Zizu will have a simple performance to everybody. Let's hear for Zizu here. All right. Okay. Okay. So now, Zizu will be dancing. Yeah, everyone. Okay, can we music first for Zizu? Ready to turn around. Okay. നമുക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ഈ പോകുന്നതാണ് ഉടുമ്പ്. ഉടുമ്പ് പോകുന്നുണ്ടോ ഗൈസ്?